സിന്ധു നദീജല കരാർ താൽക്കാലികമായി പിൻവലിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ. നിലവിൽ രാജ്യം കശ്മീരിലെ ഹിമാലയൻ മേഖലയിലെ 2 ജലവൈദ്യുത പദ്ധതികളുടെ റിസർവോയർ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. സിന്ധു നദീജല കരാറിനെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ യുദ്ധസമാനമായി കണക്കാക്കുമെന്നും തിരിച്ചടി നൽകുമെന്നുമുള്ള പാകിസ്ഥാന്റെ ഭീഷണികളെ മറികടന്നാണ് ഇന്ത്യയുടെ ഈ നീക്കം. സിന്ധു നദിയിൽ ജലം തടസ്സപ്പെടുത്തി ഇന്ത്യ നിർമ്മിക്കുന്ന ഏതുതരം നിർമ്മിതിയും തകർക്കുമെന്ന ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫായിരുന്നു കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഇത്തരം നിർമ്മിതികൾ സിന്ധു നദീജല കരാറിന്റെ ലംഘനവും പാകിസ്ഥാനെതിരായ കടന്നുകയറ്റവുമാണ്. വെടിയുണ്ട പായിക്കൽ മാത്രമല്ല അതിക്രമം, അതിലൊന്നാണ് ജലം തടസ്സപ്പെടുത്തുന്നത്. അത് ദാഹവും വിശപ്പും മൂലം മരണത്തിന് ഇടയാക്കും. കരാർ ലംഘിക്കൽ ഇന്ത്യക്ക് എളുപ്പമാകില്ല. വിഷയത്തിൽ പാകിസ്ഥാൻ ബന്ധപ്പെട്ട കക്ഷികളെ സമീപിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ ആക്രമിച്ചാൽ സമ്പൂർണ്ണ തിരിച്ചടി നടത്തുമെന്നായിരുന്നു ഭീഷണി. കഴിഞ്ഞ ദിവസം ചെനാബ് നദിയിലെ ബെഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയിരുന്നു. ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് ബെഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താഴ്ത്തിയതെന്നായിരുന്നു റിപ്പോർട്ട്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുക. ഇവിടത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബെഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ്. ഝലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.